ഇഞ്ചിഞ്ചായി മരിക്കും എന്നറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് ആ വിഷം. അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ? എല്ലാ ദുഷ്ടബുദ്ധിയും നമ്മൾ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാൻ പറ്റത്തില്ല ഹാഷ്മി. നമ്മൾ ആരാണാവോ? ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല പാഷ. അത് ഇയാളെ ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചെന്നാണ് ആ പെൺകുട്ടി മജിസ്ട്രേറ്റിന്റെ കൊടുത്ത ഒരു മൊഴിയിൽ പറയുന്നത്. ഇതേത് സിനിമയിലെ കഥയാ? അതൊക്കെ നമ്മൾ കള്ളത്തരം എന്ന് പറയാൻ എളുപ്പമാണ്. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ശവത്തിന് കാവല് പിശാചി. ഇയാളെ വേണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവൻ പോകാൻ തയ്യാറല്ല. ഇയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിന് അവസാനം അതിന് കണ്ടുപിടിച്ച ഒരു മാർഗമാണിത്. ഈ സമയത്താണ് ചൂടാവണത്. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയലോ. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലിയച്ചി, ഞാൻ എന്റെ വാക്ക് സംസാരിക്കാൻ പോവാ. ഈ പറയുന്ന പാരസെറ്റമോൾ ജ്യൂസിൽ കലർത്തുന്ന ദിവസം 23 തവണയാണ് എന്താണ് ആന്റിബയോട്ടിക് ആസ് പോയിസൺ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കുന്നത്. ക്രൂരമായ ഒരു ബുദ്ധി അതിനുണ്ട്. The architect of the plan and the master brain behind its execution. മരിക്കുമ്പോഴും അങ്ങ് വെറുതെ മരിച്ചുപോയി കൂടാ. താൻ പ്രണയിച്ച അല്ലെങ്കിൽ തന്നെ പ്രണയിച്ച ഇയാൾ ഇഞ്ചിഞ്ചായി മരിക്കണം എന്ന ദുഷ്ടബുദ്ധി അവിടെയുണ്ട്. നിങ്ങൾ മനുഷ്യനോ മൃഗം? അപൂർവങ്ങൾ അപൂർവമല്ലേ സാർ അത്? ആ ദുഷ്ടബുദ്ധി. നീ ഞങ്ങളെ നാടിനെ മുത്താടാ മുത്ത്. ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അതിനില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ. കാരണം അല്ലെങ്കിൽ ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമോ? പദവി നോക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നും. അത് വ്യാജ ആത്മഹത്യ ശ്രമമാണ് കോടതി പറയുന്നത്. വെറുതെ പറയില്ല, പ്രോസിക്യൂഷന്റെ വാദമല്ല. കോടതി പറയുന്നത് വ്യാജ ആത്മഹത്യ ശ്രമമാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇവിടെ മെച്യൂരിറ്റി ഇല്ലെന്ന് പറയുമ്പോൾ ഈ കുട്ടി MA-ക്ക് 90% മാർക്ക് വാങ്ങി പാസ്സായ കുട്ടിയാണ്. MA വരെ പഠിച്ചിട്ടുണ്ടോ? ഈ പെൺകുട്ടി പാരസെറ്റമോൾ എത്ര തവണ ആളെ കൊല്ലാൻ പറ്റുമെന്ന് 23 തവണ സെർച്ച് ചെയ്ത് അത് ജ്യൂസിൽ കലക്കി കൊടുത്ത് പ്രണയം അഭിനയിച്ച് ഈ പറയുന്ന പാവം പയ്യനെ കൊണ്ട് കുടിപ്പിച്ച കുട്ടിയാണ്. അതാണ് സഹദേവ തറവാടിത്തം എന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. അതിൽ പരാജയപ്പെട്ട് പിന്നെ പാരക്കാറ്റ് എന്ന് പറയുന്ന വിഷം ഏത് രീതിയിൽ മനുഷ്യജീവനെ ബാധിക്കുമെന്നറിഞ്ഞ് ഇത്തരത്തിൽ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അവനെ മെസ്സേജ് അയച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാളകൂടം കൊടുത്ത് കൊന്ന കുട്ടിയാണ്. വിചാരിച്ച പോലെയല്ല, എന്തൊരു പ്രസംഗം വെച്ച് കാച്ചത്. അങ്ങേയറ്റം ബ്രില്യന്റ് ആയ കുറ്റവാളിയാണ് സാർ ഈ ഗ്രീഷ്മ. That man is a classic criminal and is scot free. ഒരു മനുഷ്യനെ മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല. എന്തിനായി ഇത് കൊല്ലാനുള്ള കാരണം എന്താണ്? എന്താ കാര്യം? എനിക്ക് പിരീഡിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന്. എനിക്കെന്നെ ഇഷ്ടമെന്ന് അതെനിക്ക് ഇഷ്ടമില്ല. ഇയാളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പോകത്തില്ല. നിവർത്തിയില്ലാതെ വന്നു. അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. താനൊക്കെ ഏത് കാലത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ടോ തനിക്ക്? നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല. ഓരോ ആന്തരിക അവയവും അഴുകി, ഓരോ ആന്തരിക അവയവത്തിലും ചോര വറ്റി, ലിംഗാഗ്രത്തിൽ മൂത്രമിറ്റി ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന നരകയാതനയുടെ പരമാവധി അനുഭവിച്ച് മരിച്ചുപോയതാണ്. ആ വേദനയ്ക്ക് മുകളിലാണോ സാർ അങ്ങ് ഈ പറഞ്ഞ എന്തെങ്കിലും ന്യായം? എല്ലാ കൊലപാതകങ്ങളിലും ആളുകൾക്ക് വേദന ഉണ്ടാവും, മരിക്കുന്നവർക്ക്. ഇത്ര മനുഷ്യത്വം ഇല്ലാണ്ട് എങ്ങനെ പെരുമാറാൻ കഴിയണു? എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ഇവനെ അതിന്റെ ഈ പ്രതിയെ തൂക്കിക്കൊല്ലണമെന്നും വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാവും. കാര്യങ്ങളൊക്കെ അറിയാം. പണ്ടത്തെ പോലെയല്ല, പാറത്ത് പനി വരമ്പത്ത് കൂലി. അത് സമൂഹത്തിന്റെ ഒരു ഔട്ട്ക്രൈ അല്ല കോടതി അവിടെ കേൾക്കേണ്ടത്. നീ പറഞ്ഞു ഇനിയും നീ എവിടെയെങ്കിലും പറഞ്ഞു അറിഞ്ഞ കോടതി കേൾക്കേണ്ട ഇത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും വിലയിരുത്തണം. അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ കാണുന്നു ഒരച്ഛന്റെയും അമ്മയുടെയും നിതാന്തമായ വേദന. ഈ പറയുന്ന പിതാവിന് പക്ഷാഘാതം ഉണ്ടായി സാർ. അവരുടെ സ്വപ്നങ്ങൾ തകർന്നു സാർ. അവളൊരു കീടമാണ്, കീടം. മുച്ചൂടും മുടിച്ചു കളയും. അവർ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി സാർ. ഇതൊന്നും ഒരു സർക്കംസ്റ്റാൻസ് അല്ലേ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിനു മുകളിലാണോ ഈ പറയുന്ന ഗ്രീഷ്മയുടെ എന്തെങ്കിലും അവകാശങ്ങൾ? നിങ്ങൾ അടിച്ചു പൊളിയുണ്ട്. ഞാൻ 22 വയസ്സിലുള്ള നടത്തിയ ഒരു കൊലപാതകം, അതാണ് ഞാൻ പറഞ്ഞത്. അത് അത്രത്തോളം മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഒന്നും ഇല്ല. ഇതൊക്കെ എല്ലാരും പറയുന്ന പോലെ നീ പറയരുത്. ഇത്തിരി വിവരവും പഠിപ്പൊക്കെ നിനക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഏതെങ്കിലും തരത്തിൽ പശ്ചാത്താപത്തിന്റെ തരിമ്പ് ഉണ്ടായോ ഗ്രീഷ്മയ്ക്ക്? ഉണ്ടായിട്ടില്ല. ചെറുക്കൻ കീടക്ക് ഈ പണി തന്നെയാ കുറെ കാലോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. പണി അറിയാവുന്നതുകൊണ്ട് തന്നെയാ പിടിച്ചു നിൽക്കുന്നത്. തരിമ്പിന് പശ്ചാത്താപം ഉണ്ടാവുന്നില്ലെങ്കിൽ എവിടെ നന്നാവുമെന്നാണ് ഇത് മുതല് വേറെ.